ഹല്ലേലൂയ. നമ്മൾ ദൈവവചനത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ തിരുമൊഴികളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യ ദിവസം ഓർപ്പിച്ചതുപോലെ നമുക്ക് അനേക വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതെല്ലാം പഠിക്കാൻ പറ്റിയതുമാണ്. വേദപുസ്തകത്തിൻ്റെ കവർ ടു കവർ ദൈവനിശ്വാസ്യമാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് പഠിക്കാനും നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ അതേസമയം മറ്റുള്ള പഠനങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള പഠനങ്ങൾ കൂടുന്നതനുസരിച്ച് യേശുവിനെക്കുറിച്ചുള്ള പഠനം ഇല്ലാതെയായി പോകരുത്. അതായത് യേശുവിൻ്റെ ജീവിതവും ഉപദേശവും അവൻ്റെ ശുശ്രൂഷയും അവൻ്റെ മരണവും അവൻ്റെ മെസ്സേജും അവൻ്റെ സന്ദേശവും അത് അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകരുത് എന്ന് ഞാൻ ആദ്യത്തെ ദിവസം ഓർപ്പിക്കുകയുണ്ടായി. അത് ഞാൻ പറയാൻ കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ ആ ജീസസ് എന്ന് പറയുന്ന യേശു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ വ്യക്തിയായ യേശുവിനെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ, യേശുവിൻ്റെ സ്റ്റോറി അറിയാതെ, അല്ലെങ്കിൽ ആ സ്റ്റോറിയിൽ തുടങ്ങാതെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പ്രസക്തമാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യ ദിവസം തന്നെ പറഞ്ഞത്, വേദപുസ്തകത്തിൽ സുവിശേഷങ്ങൾ മാത്രമൊന്നുമല്ല ഉള്ളത്. പക്ഷേ വേദപുസ്തകത്തിൽ നിന്ന് സുവിശേഷം മാറ്റിക്കളഞ്ഞാൽ ബാക്കിയുള്ള ഒരു കാര്യത്തിനും പ്രസക്തി ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഈ സുവിശേഷങ്ങൾ കൂടുതൽ സഭയിലാണെങ്കിലും പഠിപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത്. യേശുവിൻ്റെ സ്റ്റോറി ഞാൻ ഉദ്ദേശിക്കുന്നത് കഥയെന്നുള്ള അർത്ഥത്തിലല്ല. ദ ലൈഫ് ഓഫ് ജീസസ്, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ ഉപദേശം, യേശുവിൻ്റെ സന്ദേശം, ഇത് നമ്മൾ കൃത്യമായ നിലയിൽ ഗ്രഹിക്കുന്നില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എവിടെയാണ് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഞാൻ ആദ്യത്തെ ദിവസം ഓർപ്പിച്ച കാര്യമുണ്ട്. ഈ ജിക്സോ പസിലിൽ നമ്മൾ ഒരു വിശാലമായ പിക്ചർ ഉണ്ടെങ്കിൽ, വേദപുസ്തകത്തെ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് മൊത്തമായി ചേരുമ്പോഴാണ് ശരിക്കും അതിന് പ്രസക്തി ഉണ്ടാകുന്നത്. എന്നാൽ ആ ചിത്രത്തിൻ്റെ കാതലായ ഭാഗമെന്ന് പറയുന്നത് സപ്പോസ് ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ വേദപുസ്തകം മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കാതലായ ഭാഗം എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. ആരാണത്? യേശുക്രിസ്തുവാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മുഖം അല്ലെങ്കിൽ ആ കാതലായ വ്യക്തിയുടെ മുഖത്തിൻ്റെ ഭാഗം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു കാര്യത്തിനും പ്രസക്തി ഉണ്ടാകത്തില്ല. ഒരുപക്ഷെ ആ ചിത്രത്തെ പൂർത്തിയാക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു വൃക്ഷത്തിൻ്റെ ഒരു ചെറിയ ഫലം പോലും ആയിരിക്കും, അല്ലെങ്കിൽ അതിലെ പറന്നു പോകുന്ന ഒരു പക്ഷിയും ആ ചിത്രത്തിൻ്റെ ഭാഗമാണ്. ആ ചിത്രം കംപ്ലീറ്റ് ആകണമെങ്കിൽ തീർച്ചയായും ആ പക്ഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വേണം. എങ്കിലും ആ ഒരു പക്ഷിയുടെ ഭാഗത്തിനുള്ള പ്രാധാന്യമല്ല ആ കാതലായ ചിത്രത്തിൻ്റെ വ്യക്തിയുടെ മുഖത്തിനുള്ളത്. അത് നിങ്ങൾ മറന്നു പോകരുത്. ഇതുപോലെ പലപ്പോഴും നമ്മളുടെ സഭകളിൽ പഴയ നിയമത്തിലെ പല വിശുദ്ധന്മാരെക്കുറിച്ചും പ്രസംഗിക്കുന്നു. ഞാൻ പഴയ നിയമത്തിൽ നിന്ന് ഒത്തിരി പ്രസംഗിക്കുന്ന ആളാണ്. ഇപ്പോഴൊക്കെ ചിലർക്കൊരു ചിന്തയുണ്ട്, പഴയ നിയമം നമുക്ക് ആവശ്യമുള്ളതൊന്നുമല്ല, അതങ്ങ് എടുത്ത് കളഞ്ഞാലും കുഴപ്പമില്ല. ഈയിടെ ആരടുത്ത് വലിച്ചു കയറി കളഞ്ഞെന്ന് പറയുന്നത് കേട്ടു സ്റ്റേജിൽ. അത് നമുക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. നമ്മളെ പഴയ നിയമത്തിൻ്റെ എല്ലാ ന്യായപ്രമാണവും നമ്മളെ മാറ്റി നിർത്തിയിരിക്കുകയാണെന്നൊക്കെ പ്രസംഗിക്കുകയാണ്. എന്തോ ഒരു കാര്യങ്ങളൊക്കെയാണ് പ്രസംഗിക്കുന്നത്. ഇന്ന് പ്രസംഗിക്കുന്നത് എന്തോ നമുക്ക് തന്നെ അറിയത്തില്ല. പ്രസംഗിക്കുന്നവർക്ക് അറിയത്തില്ല, പിന്നെ നമുക്കറിയാം. പ്രസംഗിക്കുന്നവർക്കും അറിയത്തില്ല, കേൾക്കുന്നവർക്കും അറിയത്തില്ല എന്നുള്ള സ്റ്റേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ പഴയ നിയമത്തെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് ഒരിക്കലും കഴിയത്തില്ല. പഴയ നിയമത്തെ മാറ്റി നിർത്തണമെന്ന് പറയുന്ന ആളുകളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യേശുവിൻ്റെ വേദപുസ്തകം ഏതായിരുന്നു? നിങ്ങൾ ഈ വലിയ വർത്തമാനം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പഴയ നിയമം മാറ്റി നിർത്തണം എന്ന് പറയുമ്പോൾ വാട്ട് വാസ് ദ ബൈബിൾ ഓഫ് ജീസസ്? യേശുവിൻ്റെ വേദപുസ്തകം ഏതായിരുന്നു? പഴയ നിയമമായിരുന്നു. അവൻ തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? പഴയ നിയമത്തെക്കുറിച്ചാണ്. അവനെക്കുറിച്ച് തിരുവെഴുത്തുകളിലുള്ളതാണ്. മോശ തുടങ്ങി പ്രവാചകന്മാരിൽ തന്നെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് യേശു കർത്താവ് എമ്മോസിലേക്ക് പോയി ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഓൾഡ് ടെസ്റ്റമെൻറ്റ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒഴിവാക്കാനായിട്ട് കഴിയത്തില്ല. കാര്യം ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. എന്നാൽ ഞാൻ പറഞ്ഞ ഇതാണ്, പുതിയ നിയമത്തെ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ചില പ്രസംഗങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾ സഭ ഓടിക്കാൻ നോക്കിയാൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ പഴയ നിയമത്തിൽ ഞാൻ ധാരാളമായി പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷേ പഴയ നിയമത്തിൻ്റെ ആ നിഴലിൻ്റെ പൊരുൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ജീസസ്. യേശുവിൻ്റെ മുഖത്തെ ഒഴിവാക്കിക്കൊണ്ട്, അതുകൊണ്ട് ഗോസ്പൽസ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഗോസ്പൽസ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഒരിക്കലും വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കാനോ മനസ്സിലാക്കാനോ കഴിയുകയില്ല. യേശുവിൻ്റെ ജീവിതവും അവൻ്റെ സന്ദേശവും അവൻ്റെ ശുശ്രൂഷയും അവൻ്റെ മരണവും അവനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം
it explains Jesus. All the other books are explaining Jesus, but the Gospels are portraying Jesus എന്ന് പറയാറുണ്ട്. മറ്റുള്ള വേദപുസ്തകത്തിൻ്റെ ഭാഗങ്ങളൊക്കെ യേശുവിനെ വ്യാഖ്യാനിക്കുകയാണ്, എന്നാൽ സുവിശേഷങ്ങൾ യേശുവിനെ ചിത്രീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഗോസ്പൽസ് അത്രയും പ്രാധാന്യമുള്ളതാകുന്നത്. അതേപോലെ തന്നെ യേശുവിൻ്റെ സ്റ്റോറി അറിയാതെ ഒരാൾക്ക് എങ്ങനെയാണ് രക്ഷിക്കപ്പെടാൻ പറ്റുന്നത്? യഥാർത്ഥത്തിലുള്ള ഒരു സുവിശേഷ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒരു നല്ല മോഡൽ എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ ഓടിക്കൂടിയതായ ജനങ്ങളോട് പത്രോസ് പറയുന്നതായ പ്രസംഗമാണ്. നമുക്കറിയാവുന്നതുപോലെ അവിടെ എന്താ പത്രോസ് ചെയ്യുന്നതെന്നറിയാമോ? ആദ്യം വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മ നിവേശിതരായി ആത്മാവ് അവർക്ക്, അല്ലെങ്കിൽ ഈ 120 പേർക്ക് ആത്മാവ് നൽകിയതുപോലെ അവർ അന്യഭാഷകൾ സംസാരിച്ചതിനെ ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു വിശദീകരണം അങ്ങോട്ട് ചെയ്തേച്ച് ഉടനെ തന്നെ പത്രോസ് തിരിയുന്നത് എന്താണെന്നറിയാമോ? അവിടെ 22-ാമത്തെ വാക്യം മുതലാണ്, 2-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യം മുതൽ ആദ്യം ഒന്ന് വിശദീകരിക്കുവാൻ, എന്തിനെ വിശദീകരിക്കുവാൻ? ഹോളി സ്പിരിറ്റിൻ്റെ പ്രകാശനത്തെ വിശദീകരിക്കുവാൻ പരിശ്രമിച്ചിട്ട് 22 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് തന്നെ അവൻ തിരിയാണെന്ത്? ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളൂ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറായനായി യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും. പിന്നീട് പറയുന്നത് യേശുവിൻ്റെ ചരിത്രമാണ്. ഒരു സുവിശേഷ പ്രസംഗത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ കാര്യം എന്താണ്? യേശുവിൻ്റെ ചരിത്രമാണ്. യേശുവിൻ്റെ ചരിത്രം പറയാതെ പലപ്പോഴും നമ്മളിപ്പോൾ സുവിശേഷ പ്രസംഗം നടത്തുന്നത്. യേശുവിൻ്റെ ചരിത്രം അറിയാൻ വയ്യാത്ത ഒരാൾക്ക് എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വരാനായിട്ട് പറ്റുന്നത്? ഒരാൾക്ക് പറ്റത്തില്ല. ബാക്കി നിങ്ങൾ എന്തെല്ലാം പ്രസംഗിച്ചാലും യേശുവിൻ്റെ ചരിത്രം പഠിപ്പിക്കാത്തിടത്തോളം കാലം അയാൾക്ക് ശരിയായ വിശ്വാസത്തിലേക്ക് വരാൻ കഴിയുകയില്ല. ഞാനിത് പറയാൻ കാര്യം, പല സ്ഥലങ്ങളിലും സഭകളിലും ഒക്കെ എംഫസിസ് യേശുവിൽ നിന്ന് കുറച്ച് ഓൾഡ് ടെസ്റ്റമെൻറ്റ് സ്റ്റോറീസിലേക്ക് മാറുന്നതിലുള്ള ഒരു സങ്കടം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഓൾഡ് ടെസ്റ്റമെൻറ്റ് ഞാൻ പ്രസംഗിക്കാത്ത ആളല്ല. ഞാൻ നന്നായിട്ട് എൻ്റെ മെസ്സേജസിൽ നല്ലൊരു ശതമാനം ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ നിന്നുള്ളതാണ്. എന്നാൽ യേശുവിനെ മാറ്റി നിർത്തി, യേശുവിൻ്റെ സ്റ്റോറി മാറ്റി നിർത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് എല്ലാ സഭകളിലും എപ്പോഴും ആ ജീസസ് സ്റ്റോറി കുഞ്ഞുങ്ങളാണെങ്കിലും അറിയണം. ദ സ്റ്റോറി ഓഫ് ജീസസ് അതറിഞ്ഞെങ്കിലേ പറ്റുള്ളൂ. ഇപ്പം നമ്മളുടെ രക്ഷയെക്കുറിച്ച് റോമാലേഖനത്തിലാണെങ്കിലും പറയുന്ന എങ്ങനെയാണ് നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുന്നതെന്നുള്ളതിന് റോമാലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയിർപ്പിച്ചുകൊണ്ട് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയിർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചുള്ള കാര്യമാണ്. നമ്മൾ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയണം, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയിർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അപ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ടത് എന്താണെന്നറിയാമോ? സ്റ്റോറി ഓഫ് ജീസസ്. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയിർപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരൊറ്റ സംഭവമല്ല പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദ സ്റ്റോറി ഓഫ് ജീസസ് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ യേശു എൻ്റെ കർത്താവാണെന്ന് ഏറ്റുപറയണം. നമ്മുടെ യേശു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ജീസസ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിലെ യേശുവാണ് എൻ്റെ യേശു. സുവിശേഷത്തിലെ യേശു, വേറൊരു യേശുവല്ല. ഇവിടെ കഴിഞ്ഞ സമയങ്ങളിൽ നേർവീതി എന്ന് പറഞ്ഞ ഒരു മാസിക ഉണ്ട്, നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ജോയം തോമസ് നടത്തുന്നൊരു മാസികയാണ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആ മാസികക്കകത്ത് എഴുതുന്നുണ്ട് എവറി മന്ത്. ഗുഡ് ന്യൂസിലും ഞാൻ എല്ലാ ആഴ്ചയിലും എഴുതുന്നുണ്ട്, നിങ്ങൾ പലർക്കും അതറിയാം. അതുകൂടാതെ നേർവീതി എന്ന് പറയുന്ന മാസികയിൽ ഞാൻ എല്ലാ മാസവും എഴുതുന്നുണ്ട്. ആ നേർവീതി ആൾക്കാർ സംഘടിപ്പിച്ചതായ ഒരു മീറ്റിങ്ങിന് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പങ്കെടുക്കുകയുണ്ടായി. അതിൻ്റെ മെസ്സേജസും ഇവിടെ അവൈലബിൾ ആണ്. അവിടെ ഞാനും കാനവച്ചനും കൂടെ ആയിരുന്നു, ഞങ്ങൾ രണ്ടുമാണ് അതിനകത്ത് കാര്യങ്ങൾ ചെയ്തത്. അവിടെ പ്രധാനമായും ഞാൻ അവിടെ ഉദ്ദേശിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് പ്രഘോഷിക്കുന്നതായ യേശു പലപ്പോഴും സുവിശേഷത്തിലെ യേശു അല്ല. അതുകൊണ്ടാണ് അതിന് പേര് തന്നെ കൊടുത്തത് മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ്. അപ്പോൾ പറയാണ് നിങ്ങൾ വേറൊരു യേശുവിനെ. നമ്മൾ എന്തുകൊണ്ടാണ് ഡിസ്റ്റോർട്ടഡ് ആയി പോകുന്നതെന്നറിയാമോ? സുവിശേഷങ്ങളിലെ യേശുവിനെ ശരിയായ നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് ഞാനങ്ങ് പറയുന്നുള്ളതേ ഉള്ളൂ. വലിയൊരു
കുഞ്ഞുങ്ങളെയെല്ലാം നമുക്ക് പലപ്പോഴും വഴക്കുണ്ടാക്കി പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെന്ന് പറയുക. പിന്നെ യേശുവിനെ അറിയാൻ വയ്യാത്ത ആളുകൾ പ്രായമുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ തന്നെയാണ്, ഇല്ലേ? വളർച്ച ഉണ്ടാകുന്നില്ലല്ലോ. സഭയുടെ ഒരു വലിയ പ്രശ്നം ഇതാണ്, വളർച്ചയില്ല, എല്ലാം ശൈശവാവസ്ഥയിലാണ്. നമ്മുടെ സഭയുടെയൊക്കെ ഒരു വലിയ പ്രശ്നമാണ്, നമ്മൾ ശൈശവാവസ്ഥയിലാണ്, വളർച്ചയില്ല. രക്ഷിക്കപ്പെടുന്ന കാലത്തെ അതേ അവസ്ഥയിൽ തന്നെയാണ് നമ്മളിപ്പോഴും കഴിയുന്നത്. ചിലപ്പോൾ ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട്, എൻ്റെ ബ്രദറെ രക്ഷിക്കപ്പെട്ട കാലത്തൊക്കെ എന്തോ സന്തോഷമായിരുന്നു, ഇപ്പോൾ ആ സന്തോഷമൊന്നും ഇല്ലെന്ന്. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എനിക്കാണ് രക്ഷിക്കപ്പെട്ട കാലത്ത് എന്തോ സന്തോഷമാണ് ഉണ്ടായിരുന്നെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സന്തോഷമായിട്ട് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട കാലത്ത് നമുക്കുണ്ടായിരുന്ന സന്തോഷം ഇതുമായിട്ട് തട്ടിച്ച് നോക്കിയാൽ വളരെ കുറവായിരുന്നു. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നങ്ങോട്ട് രക്ഷിക്കപ്പെട്ട് വന്നതല്ലേ ഉള്ളൂ. യേശുവിനെ എനിക്ക് എന്തോ അറിയാം, യേശു എന്നെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്നുള്ളതല്ലാതെ വേറെ ഒന്നും എനിക്കറിയത്തില്ലല്ലോ. വലിയ കാര്യമായ തിരിച്ചറിവൊന്നും അക്കാര്യത്തിലില്ലല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ രക്ഷിക്കപ്പെട്ട് വരുന്ന സമയത്ത് യേശുവിനെ നമുക്കറിയാവുന്ന എന്താണ്? എൻ്റെ പാപങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് രക്ഷപ്പെടണം. ഇത്രയെല്ലാം ഉള്ളൂ എനിക്കുള്ള ആകെയുള്ള വലിയൊരു മോഹം എന്ന് പറയുന്നത്. ആ മോഹം പോലും ഇപ്പോഴില്ല. അതാ അതിനകത്തെ പ്രശ്നം. ഇപ്പോഴാകമ്പാടെ ഒരു മോഹമേ ഉള്ളൂ, എൻ്റെ കടം എങ്ങനെങ്കിലും ഒന്ന് വീട്ടണം, അതല്ലെങ്കിൽ എൻ്റെ രോഗം എങ്ങനെങ്കിലും ഒന്ന് സൗഖ്യമാകണം, എൻ്റെ പിള്ളേർക്ക് എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടണം. അതിനൊക്കെ ഇപ്പോൾ എല്ലാവരും യേശുവിൻ്റെ അടുത്ത് വരുന്നത്. ഇനി അതല്ല, ഏറ്റവും കൂടിയാൽ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മളെന്താണ്? എൻ്റെ പാവങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു മോചനം കിട്ടണം. അന്ന് ഞാൻ പിടിച്ച ഒരു വള്ളിയാ വാസ്തവത്തിൽ യേശു കർത്താവ്. സന്തോഷമായിരുന്നോ? ഓഫ് കോഴ്സ് സന്തോഷമായിരുന്നു. കാര്യം ഞാൻ രക്ഷപ്പെട്ടില്ലേ. എന്നാൽ ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്ന് യേശു എനിക്ക് എൻ്റെ ആത്മമണവാളനാണ്. വിവാഹം കഴിച്ചു വരുന്ന ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം വിവാഹ ദിവസമാണെന്നാണോ നിങ്ങളുടെ ചിന്ത? പലരുടെയും ജീവിതത്തിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ല. ഞാൻ ചിലപ്പോൾ ആളുകളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്നാണ്? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്നാണ്? ഫാമിലി സെമിനാറിന് വന്നവരും ഉണ്ടല്ലോ, ഇല്ലാത്തവരുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുക, അല്ലെ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതെന്നാണ്? ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് മിക്കവരും വിവാഹ ദിവസമാണെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഭാര്യയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതെന്നാണെന്നറിയാമോ? ഇന്നാ. കാര്യം ഓരോ ദിവസം കഴിയും തോറും അവളെ ഞാൻ കൂടുതൽ അറിയുന്നു, കൂടുതൽ ബന്ധം, കൂടുതൽ സ്നേഹം. എൻ്റെ ഭാര്യയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഇന്നാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് അർത്ഥം ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ. പലരും പറയുന്നത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ നാൾ ഹണിമൂൺ ഡേയ്സ് പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും. ഹണിമൂൺ ഡേയ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്തോന്നാ? അന്നൊക്കെ എന്തോ അറിഞ്ഞു. ഇപ്പോഴല്ലേ നമ്മൾ കുടുംബ ബന്ധത്തിലെ ആ സ്നേഹം എന്താണെന്ന് അറിയുന്നത്. ഇത് വളർച്ചയാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ യേശുവിനെ എന്തറിഞ്ഞു? തീർച്ചയായിട്ടും അറിഞ്ഞു. എന്തറിഞ്ഞു? എൻ്റെ പാപങ്ങളിൽ തന്നെ വീണ്ടെടുക്കുവാൻ കഴിയുന്ന വ്യക്തി. ദാറ്റ്സ് ഓൾ. പക്ഷെ ഇന്നെനിക്ക് യേശു എൻ്റെ പാപങ്ങളിൽ നിന്ന് തന്നെ വീണ്ടെടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് മാത്രം അല്ല, പ്രത്യുത അവനെൻ്റെ എല്ലാമാണ്. ഓരോ ദിവസം കഴിയും തോറും എൻ്റെ യേശുവിനെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന. അങ്ങനെയാണ് നമ്മുടെ ബന്ധം വളരേണ്ടത്. അല്ലാതെ രക്ഷിക്കപ്പെട്ട കാലത്തൊക്കെ എന്തോ ഒരു സന്തോഷമായിരുന്നു സഹോദരന്മാരെ, ഇന്നതെല്ലാം പോയി. ഇന്നത് പോവുകയല്ല വേണ്ടത്, അതിൻ്റെ 1000 മടങ്ങ് സന്തോഷമാണ് ഇന്ന് ഉണ്ടാകേണ്ടത്. അതാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട കാലത്തെ സന്തോഷം പോരാ. രക്ഷിക്കപ്പെട്ട കാലത്തെ സന്തോഷം പോലും ഇല്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കണം. എന്തൊരു ഗതികേടാണ്. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, യേശുവിനെ അറിയും തോറും. പൗലോസ് പറയുന്നതാണ്, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലവും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? ഛേദമെന്ന് എണ്ണുന്നു. പരിജ്ഞാനം വർദ്ധിക്കുമ്പോഴാണ് ബാക്കിയെല്ലാം വിലയില്ലാത്തതാകുന്നത്. വെളിച്ചത്തിലേക്ക് കടക്കുമ്പോഴാണ് ബാക്കിയെല്ലാം ഇരുളായിത്തീരുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തുടക്കം തന്നെ യേശുവിൻ്റെ സ്റ്റോറിയാണ്. ദ സ്റ്റോറി ഓഫ് ജീസസ്. യേശുവിൻ്റെ സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ആ യേശുവിനെ